Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ കുഴിമന്തി ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് അളന്നെടുക്കാം. ഞാനിപ്പോൾ 5 കപ്പിൻ്റെ അളവിലുള്ള ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അരി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അരി കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ പകുതി വേവാവണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മന്തി മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മന്തി മസാല വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി അളന്നെടുത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരമാണ് നമ്മളിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ കോരിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് അളന്നെടുക്കാം. പിന്നെ അരി വേവിക്കുന്നതിൽ അളന്നെടുക്കുന്ന വെള്ളത്തിൽ നമുക്ക് തക്കാളിയും പച്ചമുളക് അരച്ചതും കൂടിയിട്ട് ചേർത്തിട്ട് വേണം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിക്കാൻ ഇതും കൂടി അളന്നെടുത്തിട്ട് വേണം അരി വേവിക്കാനുള്ള വെള്ളം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യണത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യണമെന്നില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ കുഴിമന്തിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ നമുക്ക്
അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കുഞ്ഞായിട്ട് വേണം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ കുഴിമന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ഇതുപോലെ കുരുമുളകിൻ്റെ ബോൾസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുഴിമന്തിയിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ മെൽറ്റായാൽ നമുക്കിതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ജാതിപത്രി ഇട്ട് കൊടുക്കാം. പിന്നെ 3 ചെറിയ കഷ്ണം കറുകപ്പട്ടയും 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള വഴന്ന് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മന്തി മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം തക്കാളിയും പച്ചമുളക് അരച്ചിട്ടുള്ളതും
ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അളന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 9 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം തക്കാളി അരച്ചതും ചേർത്തിട്ട് ബാക്കി നല്ല തിളച്ച ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ മൊത്തം 9 കപ്പ് വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 9 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി വേവിച്ചെടുക്കാൻ പാകത്തിലുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ചെറിയ ഉണക്കനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് ഒന്ന് ചെറുതായി മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹോളാക്കിയിട്ടോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്തതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കണ വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഫുള്ളായിട്ട് വെള്ളം വറ്റിയിട്ടുമില്ല. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ചാർക്കോളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചാർക്കോളിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പുക വരാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഇത് മൂടി വെക്കണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ റൈസും ചിക്കനും വേറെ വേറെ ആയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള കുഴിമന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.